കുമാർ സാർ, ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് 6 ഉം, കോടി രൂപ കത്തിച്ചു കളഞ്ഞു. കത്തിച്ചത് ഉം, നിരോധിച്ച 500, 1000 നോട്ടുകൾ. ഉം. ലോട്ടറി ക്ഷേമനിധി ബോർഡ് അഴിമതി കേസിലെ പ്രതിയുടെ വെളിപ്പെടുത്തലാണ്. അതിന്റെ വിശദാംശങ്ങൾ കൊടുത്തിരിക്കുന്നത് ലോട്ടറി ക്ഷേമനിധി ബോർഡ് അഴിമതിയിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ക്ഷേമനിധി ബോർഡിൽ നിന്നും തട്ടിയെടുത്തത് 6 കോടി രൂപയുടെ നോട്ടുകൾ കത്തിച്ചു എന്നാണ് പ്രതി പറയുന്നത്. ഈ നോട്ട് നിരോധനം വന്നതോടെ തട്ടിയെടുത്ത 500, 1000 നോട്ടുകളാണ് കത്തിച്ചത്. ക്ഷേമനിധി അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച പണമാണ് കത്തിച്ചത്. 2017 പോങ്ങുമൂട്ടിലെ വീട്ടിലെ ഇൻസലേറ്ററിൽ ഇട്ടാണ് കത്തിച്ചത്. അപ്പോൾ 16 കോടി രൂപയുടെ അല്ലെങ്കിൽ ആ 16 കോടി രൂപയാണ് തട്ടിയെടുത്തതെന്നാണ് വിജിലൻസിന് കൊടുത്ത ഒരു മൊഴി. ഈ ഒരു വാർത്ത സാറും കണ്ടിരുന്നല്ലോ. അപ്പോൾ ഈ നോട്ട് നിരോധനം അല്ലെങ്കിൽ അതിനുശേഷം ഈ 16 കോടിയുടെ വെട്ടിപ്പ്, ഇതൊക്കെ ഈ ലോട്ടറി അതുമായി ബന്ധപ്പെട്ടാണ്, ലോട്ടറി ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട അഴിമതി കേസാണ്. അതിന്റെ ഒരു വിശദാംശങ്ങളൊന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയാണ് ഈ വെട്ടിച്ചെടുത്തത് 16 കോടിയൊക്കെ? അതിപ്പോ അതിന്റെ പ്രധാന പ്രതിക്ക് മാത്രമേ അറിയുള്ളൂ അയാൾ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള വിവരം. പക്ഷെ ഇത് എങ്ങനെ ഇത്രയും എമൗണ്ട് അയാൾക്ക് ഈ സർക്കാർ ഫണ്ട് ഉടമസ്ഥതയിലുള്ള ഒരു ഫണ്ടിൽ നിന്നും തന്റെ അക്കൗണ്ടിലേക്ക് അതല്ലെങ്കിൽ തന്റെ വേണ്ടപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് ഒരു ആളുടെയും സംശയത്തിന് ഇടവരുത്താതെ മാറ്റാൻ പറ്റി എന്നുള്ളത് കാണിക്കുന്നത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട വകുപ്പ് മേലധികാരിയുടെ കഴിവുകേടാണ് കാണിക്കുന്നത്. ഇപ്പൊ 10,000 രൂപയോ അതല്ലെങ്കിൽ 20,000 രൂപയോ പോട്ടെ, ഒരു 2 ലക്ഷം രൂപയൊക്കെ ഒക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഈ 6 കോടി രൂപ അതും കത്തിക്കുകയും 16 കോടി രൂപ മൊത്തം വെട്ടിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഒരു അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് നമുക്ക് പറ്റണില്ല. അപ്പൊ ഇതിനകത്ത് ഒറ്റയ്ക്ക് ഒരാൾ ചെയ്ത പണിയായിരിക്കില്ല ഇത്. ഇതിനകത്ത് കൂടുതൽ പേര് ചേർന്നിട്ടുണ്ടാവണം ചെയ്യാനായിട്ട്. അപ്പൊ ഈ ആതിരിക്ക് ഓർമ്മയുണ്ടോ ഈ നോട്ട് നിരോധിച്ചത്, 500-ന്റെയും 1000-ന്റെയും നോട്ട് നിരോധിച്ച നടപടി? അതിന്റെ പേര് പറയുക ഡിമോണിറ്റൈസേഷൻ എന്നാണ്. 2016 നവംബറിൽ 15-ാം തീയതിയോ 16-ാം തീയതിയോ ഞാനിപ്പോഴും ഓർക്കണു. പെട്ടെന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞാൽ ഇന്ന് 500-ന്റെയും 1000-ന്റെയും നോട്ട് വാലിഡ് ആയിരിക്കില്ല, നിങ്ങൾക്കത് മാറ്റാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ട് തന്നിട്ടുണ്ട്. 50 ദിവസത്തേക്ക് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അത് നിങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്തെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് സഹകരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ 50 ദിവസത്തിന് മുമ്പ് തന്നെ ആ ഒരു അടിയന്തര സിറ്റുവേഷൻ പിൻവലിക്കുകയും ചെയ്തു കേട്ടോ, ബാങ്കിൽ നിന്നൊക്കെ. അപ്പൊ ഇതിനിടയ്ക്ക് എന്ത് പറ്റിയെന്നറിയാമോ? ഇതിൽ യഥാർത്ഥ കാരണം ഞാൻ പറയാം. നമ്മുടെ 140 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. 140 കോടി ജനങ്ങള് ഈ 2016 കഷ്ടി 2 കോടി ജനങ്ങളാണ് ഇൻകം ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആദായ നികുതി ഫയൽ ചെയ്യുന്നത് 2 കോടി ജനങ്ങളാണ്. ഇത് ഗവൺമെന്റിന് വളരെയധികം സംശയം സൃഷ്ടിച്ചു. കാരണം ഏറ്റവും കൂടുതൽ ലക്ഷറി കാറുകൾ വിൽറ്റഴിയുന്നത് ഭാരതത്തിലാണ്. ഏറ്റവും കൂടുതൽ ടെലിവിഷൻ സെറ്റുകളും അതുപോലെയുള്ള ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയും. ഉദാഹരണത്തിന് ഫ്രിഡ്ജ്, അതല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, പിന്നെ ഈ അവൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ടെക്സ്റ്റൈൽസ് ഗുഡ്സ്, ഇതെല്ലാം വിറ്റഴിഞ്ഞു പോകുന്നുണ്ട് ഭാരതത്തിലെ എല്ലാ നഗരങ്ങളിലും എല്ലാ ചെറിയ പട്ടണങ്ങളിലും ഒക്കെ. ഇപ്പോ നമ്മൾ എറണാകുളത്തൊക്കെ നമ്മൾ പോകുമ്പോൾ 2016 തന്നെ വില കൂടിയ വിദേശ നിർമ്മിത കാറുകൾ എത്ര എണ്ണായിരുന്നു അല്ലേ? അതായത് ഇപ്പോ ഈ സാധാരണ കാർ എന്ന് പറഞ്ഞൊരു ലക്ഷറി ഐറ്റം ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ ഓരോ വീട്ടിലും ശരാശരി 2 തൊട്ട് 3 കാറുകൾ വരെ ഉള്ള വീടുകളുണ്ട് ഇപ്പൊ. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോ അവരാരും ഇൻകം ടാക്സ് കൊടുക്കണില്ല. അപ്പൊ അത് പുറത്തു കൊണ്ടുവരാനും, പിന്നെ അതുപോലെ കള്ളപ്പണം പലരുടെയും കയ്യിൽ കോടികൾ, 100 കോടി, 1000 കോടി, 10,000 കോടിയുടെ ഒക്കെ പണം കെട്ടിക്കിടക്കുന്നുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഈ ഡിമോണിറ്റൈസേഷൻ, അതായത് 500-ന്റെയും 1000-ന്റെയും കറൻസികളെ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി സ്വീകരിച്ചത്. അപ്പൊ ഇത് സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ മാത്രം തീരുമാനമല്ല. അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുണ്ട്, സാമ്പത്തിക ശാസ്ത്രജ്ഞരുണ്ട്,
കോസ്റ്റ് അക്കൗണ്ടന്റ്മാരുണ്ട്, ഫിനാൻഷ്യൽ അനലിസ്റ്റുകളുണ്ട്, അതുപോലെ റിസർവ് ബാങ്കിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി തീരുമാനിച്ച സംഭവമാണ്. അത് എന്ത് പറ്റി, ഈ കത്തിച്ച നോട്ടുകളും ഈ നശിപ്പിച്ച നോട്ടുകളും മറ്റും ഒഴികെ ബാക്കി ഒരു എത്ര മാത്രമാണ് ഗവൺമെന്റ് കണക്ക് കൂട്ടിയിരുന്നത്. ഏതാണ്ട് ഇതിന്റെ 90% വരെ പൈസ മറ്റേ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു ഗവൺമെന്റിന്. ഇതാണ് നടന്നത്. ഇപ്പൊ നമുക്കൊരു പാരലൽ എക്കണോമി ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. 1988 തോന്നുന്നു, ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഇക്കണോമിക്സ് പ്രൊഫസറാണ് അരുൺ കുമാർ എന്ന് പറഞ്ഞത്. അയാൾ ഒരു വലിയ എക്കണോമിസ്റ്റ് ആണ്, മാർക്സിസ്റ്റ് എക്കണോമിസ്റ്റ് ആണ്. അന്ന് അയാൾ പറഞ്ഞത്, ഈ നാട്ടില്, അതായത് ഇന്ത്യയില് 2 ലക്ഷം കോടി രൂപയോ 2.5 ലക്ഷം കോടി രൂപയുടെ ഒരു പാരലൽ എക്കണോമി ഉണ്ട്. അതായത് നമ്മുടെ സാമ്പത്തിക മേഖലയില് ഇന്ത്യ ഗവൺമെന്റ് പ്രിന്റ് ചെയ്ത പൈസ 2.5 ലക്ഷം കോടി രൂപ ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു എമൗണ്ട് ബ്ലാക്ക് മണി ആയിട്ട് സർക്കുലേഷനിൽ അല്ലെങ്കിൽ ഇതിനകത്ത് സിസ്റ്റത്തിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് 1988 ഈ പുസ്തകം വന്നത്, ബ്ലാക്ക് ഇക്കോണമി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ വലിയ ആവേശപൂർവ്വം മേടിച്ച് വായിച്ച് ഇങ്ങനെ പുളകം കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. ഇത്രയും വലിയൊരു കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കണേന്ന് പറഞ്ഞു. ഇപ്പൊ അതിന്റെയൊക്കെ 10 ഇരട്ടി 2016 ആയപ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ചത്, 98 2088 മറ്റേ 2016 ആയപ്പോഴത്തേക്കും കാലം എത്രയും നോക്കി. അപ്പൊ അതിനനുസരിച്ചിട്ട് അക്കൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഈ കൈക്കൂലിയൊക്കെ മേടിക്കുന്നില്ലേ പൈസ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര്, ഇത് മുഴുവൻ ബ്ലാക്ക് ഇക്കോണമി ആണല്ലോ. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാവുന്നത് അങ്ങനെയാണ്. ഈ സാധാരണക്കാരനും പാവപ്പെട്ടവനും കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ ഒരു ശതമാനമാണ് ഈ കൈക്കൂലി ഇനത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ കൈയടക്കി വെച്ചത്. അപ്പൊ അത് ഓപ്പൺ മാർക്കറ്റിൽ വരൂല പൈസ. അത് അവരുടെ ലക്ഷറി സാധനങ്ങൾ മേടിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. അത് വെളിച്ചത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്ര വർഷം കൊണ്ട് എത്ര ലക്ഷം കോടി രൂപയുടെ ബ്ലാക്ക് ഇക്കോണമി, കറുത്ത സമ്പദ് വ്യവസ്ഥ നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. കൈക്കൂലി മാത്രമല്ല, പിന്നെ ഈ ഹവാല ഇടപാട് വഴി വിദേശത്ത് നിന്ന് പൈസ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ സ്വർണം കള്ളക്കടത്ത് വഴി നടത്തുന്നു. നാർക്കോട്ടിക്സ് മണി, മയക്കുമരുന്ന് വഴിയൊക്കെ കള്ളക്കച്ചവടം നന്നായിട്ട് നടക്കണ്ടായിരുന്നു ഇന്ത്യയില്. അപ്പൊ എന്നെ ഒരു ബിസിനസ്സുകാരനായ ഒരു സുഹൃത്തുണ്ട് എൻ്റെ. അദ്ദേഹം പറയുന്നത്, ഇപ്പൊ പെരുമ്പാവൂരിൽ തന്നെ ഇവിടെ ഞങ്ങൾ ഏതാണ്ട് ഒരു 800-900 പ്ലൈവുഡ് കമ്പനികളുണ്ട്. ഈ പ്ലൈവുഡ് കമ്പനികൾ ഒരൊറ്റ എണ്ണം പോലും ടാക്സ് കൊടുക്കാൻ ആവശ്യമാണ്. അപ്പൊ ആ ടാക്സിന് വെട്ടിപ്പ് മുഴുവൻ ബ്ലാക്ക് ഇക്കോണമിയിലേക്ക് പോവുകയാണ്. ഇത് മുഴുവനും സർക്കുലേഷനിൽ വരാണ്ട് ചില വ്യക്തികളുടെ കയ്യിൽ കുന്നുകൂടുകയാണ്. എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് ഗവൺമെന്റ് ഈ നോട്ടുകളൊക്കെ വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞ വഴി അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തിയത്. ഇവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ബാങ്കിലെ ഒരു പ്രത്യേക ട്രേഡ് യൂണിയൻ വിഭാഗത്തിലെ തൊഴിലാളികളും ചേർന്നിട്ട്, തൊഴിലാളികളല്ലല്ലോ, ബാങ്കിലെ ജീവനക്കാർ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് അത് പിടിക്കാനായിട്ടാണ് ശ്രമം നടത്തിയത്. അപ്പോൾ പിന്നെ വേറൊന്നുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്ത ആദ്യത്തെ വർഷം തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. ജനധൻ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി ലോഞ്ച് ചെയ്തു. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം. ആ ബാങ്ക് അക്കൗണ്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, അവരുടെ വരുമാനങ്ങൾ എത്രയുണ്ട് എന്ന് കേന്ദ്ര ഗവൺമെന്റിന് ഒരു മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്ത് പറ്റി, ഈ രൂപ ഇത് ചെയ്തപ്പോ, ഡിമോണിറ്റൈസ് ചെയ്തപ്പോ, ഈ പാവപ്പെട്ട പല ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളാണ് എന്താ പറയുക അക്കൗണ്ടിലേക്ക് വരുന്നത്. ഇത് ചിലപ്പോ ഈ ബിസിനസ്സുകാർക്ക് ഈ ഒരു ബോധം പോയിട്ടുണ്ടാവില്ല. അപ്പൊ അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോ ഈ പൈസ 2 മാസത്തേക്കൊക്കെ ആ ബാങ്കിൽ കിടക്കും. അത് കഴിഞ്ഞിട്ട് വിത്ഡ്രോ ചെയ്യും സൗകര്യം പോലെ. അപ്പൊ ഇതും ടാക്സ് വെട്ടിപ്പിന്റെ പൈസയാണ്. ഇതൊക്കെ ഹവാല വഴി വരുന്ന പൈസയാണ്. അപ്പൊ അവർക്ക് അവരുടെ ബാങ്കിൽ ഇത് ഇടാൻ പറ്റാത്ത കാരണം പാവപ്പെട്ട ആൾക്കാരുടെ ബാങ്കിൽ കൊണ്ടിട്ടിടുക. എന്നിട്ട് അത് അങ്ങനെ എടുക്കും. മേ ബി പാവപ്പെട്ടവരല്ല, അവർക്ക് ഒരു 500 രൂപ 1000 രൂപ ഇട്ട് ദേ വിൽ ബി ഹാപ്പി, സന്തോഷമായിരിക്കും.
അപ്പൊ അങ്ങനെ നടന്നിട്ടുണ്ടാവും. അപ്പൊ അതേപോലെ ഈ 6 കോടി രൂപ ഇയാൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പുറത്തു കൊണ്ടുവരാൻ പറ്റാതെ വന്നപ്പോ എന്ത് പറ്റി? കത്തിച്ചു കളഞ്ഞു. ഇത് ഒരു പുതിയ സംഭവമല്ല. ഇത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ കറൻസി നോട്ട് കത്തിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 കോടിയിൽ താഴെ ആൾക്കാരാണ് ഇൻകം ടാക്സ് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞില്ലേ, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ. 2016 നവംബറിൽ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് 2017 ജൂലൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം യു വോണ്ട് ബിലീവ് 6 കോടിയായിട്ട് വർദ്ധിച്ചു. അതായത് കേവലം മാസങ്ങൾ കൊണ്ട് 7 മാസങ്ങൾ കൊണ്ട് ഇൻകം ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം 6 കോടിയായിട്ട് വർദ്ധിച്ചു. ഇപ്പൊ അത് കൂടി വളരെയധികം അതിന്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. കാരണം കടുത്ത സാമ്പത്തിക നിയമങ്ങള്, കർശനമായ സാമ്പത്തിക നിയമങ്ങള് വരാനായിട്ടുണ്ടാവും. ഈ നോട്ട് കത്തിക്കുന്ന ഒരു പുതിയ സംഭവമൊന്നുമല്ല. ഡിമോണിറ്റൈസേഷനെ തുടർന്ന് പലരും പലയിടത്തും കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. 6 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ്. 10 കോടിയും 15 കോടിയും 100 കോടിയൊക്കെ കത്തിച്ച് കളഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ. കേരളത്തിൽ തന്നെ എത്ര പേര് കത്തിച്ചിട്ടുണ്ടാവും നമുക്കറിയാവുന്നതല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് ചില ഭാഗങ്ങളില് നോട്ടുകൾ കുന്നുകൂടി കിടക്കുകയാണ്. ആൾക്കാര് ആഴ്ചയിൽ ദുബായിക്കും പിന്നെ ഷാർജയിലേക്കൊക്കെ യാത്ര നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പം ആലോചിച്ച് നോക്കൂ, അവരുടെയൊക്കെ കയ്യിൽ എത്രമാത്രം കള്ളപ്പണം ഉണ്ടാവുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനൊക്കെ കോണ്ടഡ് മണി എത്രമാത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുപോലെ വിദേശത്ത് നിന്ന് ഇവിടെ സബ്വേർഷൻ എന്ന് പറയും. എനിക്ക് എന്റെ മലയാളം പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. സബ്വേർഷൻ നടത്താൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് ഇഷ്ടംപോലെ പൈസ വരുന്നുണ്ട്. ആ പൈസയുടെ പുറത്ത് റെസ്ട്രിക്ഷൻസ് വെച്ചപ്പോ, വിദേശത്ത് നിന്ന് വരുന്ന പൈസയുടെ പുറത്ത് റെസ്ട്രിക്ഷൻസ് വെച്ച് കഴിഞ്ഞപ്പോ അതിനെതിരായിട്ട് സമരം ചെയ്തു ആൾക്കാർ. ഇപ്പൊ നമ്മുടെ കൂടംകുളമില്ലേ, കൂടംകുളത്ത് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെതിരെ സമരം നടത്തില്ലേ, അത് മുഴുവൻ വിദേശ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവർ സമരം നടത്തിയത്. അപ്പൊ അങ്ങനെ പല സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കിട്ടുന്ന മുഴുവനും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു ന്യൂസ് ഫയൽ ചെയ്തത് കൂടംകുളത്തുള്ള ഈ സമര നേതാവിന്റെ ഒരു ഭാര്യ വീട്ടിലേക്ക് ലണ്ടനിൽ നിന്ന് മറ്റേ 35 ലക്ഷം രൂപ ഒരു സ്ട്രെച്ച് ആയിട്ടും വേറൊരു ദിവസം 40 ലക്ഷം രൂപ വന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തു, തടഞ്ഞു വെച്ചു. അന്വേഷിച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ അവർക്ക് പുതിയ വീട് പണിയാൻ വേണ്ടിയിട്ട് വന്നു. അപ്പൊ ഈ ഇങ്ങനെ ഒരു ബന്ധം അവർക്ക് ഉള്ളതായിട്ട് റെക്കോർഡ്സ് ഒന്നുമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ അമ്മാവനോ അല്ലെ എന്റെ ചേട്ടനോ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഉണ്ടെങ്കിൽ അവരെനിക്ക് പൈസ അയച്ചു തന്നിരിക്കണമല്ലോ. പെട്ടെന്ന് ഈ സമരം മൂത്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പൈസ ഒരുമിച്ച് 2 ട്രാൻഷ് ആയിട്ട് വരുന്നത്, 45 ലക്ഷത്തിന്റെ 35 ലക്ഷത്തിന്റെ ഒക്കെ. അപ്പൊ അതുപോലെ പല സംഭവങ്ങളുണ്ട്. ഈ പൈസ കയ്യിൽ വെക്കുന്ന ഉപകരണം. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ ഗവൺമെന്റ് തന്നെ പറഞ്ഞു 500-ന്റെ 1000-ന്റെ നോട്ടിന്റെ വാലിഡിറ്റി തീർന്നു, ഇനി അത് മാറ്റാൻ പറ്റൂല, അത് കയ്യിൽ വെച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കുറ്റമാണ് എന്ന് ഓർഡർ ചെയ്തപ്പോ അവരെന്ത് ചെയ്തു? ആ നോട്ട് കത്തിച്ചു കളഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഇത് പൈസ നമ്മുടെ കയ്യിൽ ഉണ്ട്, പക്ഷെ ആ പൈസ നമുക്ക് പുറത്തിറക്കാൻ പറ്റണ്ടേ? ഇപ്പൊ ഞാനിപ്പോ ഒരു കാർ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളറിയില്ല, ഇൻകം ടാക്സുകാരും അതുപോലെയുള്ള GST ആൾക്കാരൊക്കെ ആരൊക്കെയാണ് കാറ് മേടിച്ചിരിക്കുന്നത്. ഇപ്പൊ കുമാർ ചെല്ലപ്പനാണ് കാറ് മേടിച്ചത്. അയാളുടെ കാറ് മേടിക്കാൻ വരുമാനമുണ്ട്, അയാളുടെ തൊഴിൽ എന്താണ്? ജോലിയൊന്നുമില്ല, ചുമ്മാ തെക്കത്തേര വരാൻ നടക്കുന്ന ആൾ, അയാൾ എങ്ങനെ കാറ് മേടിച്ചു? അപ്പൊ ഇയാൾക്ക് എവിടെ നിന്ന് പൈസ കിട്ടി? ഇങ്ങനെയൊക്കെ അന്വേഷണം വരും. അന്വേഷണം വന്ന് എനിക്ക് ജയിലിൽ പോകേണ്ടി വരും കൂടുതൽ കള്ളപ്പണം എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത് ബെസ്റ്റ് തിങ്, ഒറ്റ മാർഗേ ഉള്ളൂ, കത്തിച്ചുകള. വേറെ മറ്റേ ഇലയ്ക്ക് മുഴുവൻ കീഴില്ലാത്ത രീതിയിൽ പൈസ പോയി കണ്ടില്ല. പൈസ കയ്യിലിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൂട്ടാമായിരുന്നു. ഇത് അതൊന്നും മേടിക്കാൻ പറ്റില്ല. സ്വർണം മേടിക്കാൻ പറ്റൂല, രത്നം മേടിക്കാൻ പറ്റൂല, വില കൂടിയ ഒരു ഗാർഹിക ഉപകരണങ്ങളും മേടിക്കാൻ പറ്റൂല, ബാങ്കിൽ ഇടാനും പറ്റൂല. ബാങ്കിൽ ഇടണമെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കണ്ടേ നമുക്ക്, അല്ലേ? ഇപ്പൊ അവരെ തന്നെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയും ഞാൻ എന്റെ കുമാരത്തിന് 10,000 രൂപ കൊടുത്തിട്ടുണ്ട്, ഓക്കെ, ആ പൈസയാണ് ബാങ്കിലേക്ക് പോയിരിക്കുന്നത്. പിന്നെ ഇപ്പൊ വേറെ ഒരു ഇതുള്ളത്, ഈ ഒരു പ്രത്യേക എമൗണ്ടിന് മുകളിലുള്ള എന്ത് ട്രാൻസാക്ഷനും ഗവൺമെന്റിന് അപ്പം അറിയാൻ പറ്റും ബാങ്കിലേക്ക് എത്തുന്നത്. ദേ വിൽ കം ആൻഡ് ആസ്ക് us. ഇപ്പൊ 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയൊക്കെ ബാങ്കിൽ റെഗുലർ ആയിട്ട് ഇങ്ങനെ ആഴ്ചയോട് ഇടുമ്പോൾ അവര് അന്വേഷിക്കും ഇയാളുടെ വരുമാനത്തിന്റെ മാർഗം എന്താ, സ്രോതസ് എന്താ. ദാറ്റ്സ് എ തിങ്. അപ്പൊ അതങ്ങനെ എന്തായി എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല, പക്ഷെ ഇത്ര നാൾ എടുക്കും അത് കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്
ഒന്ന്. പിന്നെ വേറൊന്ന് ഈ ലോട്ടറി എന്താ ഫൗണ്ടേഷനോ വെൽഫെയർ ഫൗണ്ടേഷനോ അതിന്റെ കാരണങ്ങൾ, അത് എന്തുകൊണ്ട് ഇത്ര നമ്മൾ 16 കോടി രൂപ മോഷ്ടിച്ചിട്ട് അല്ലെങ്കിൽ അത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്തുകൊണ്ട് സാധിച്ചില്ല, കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കണം. അതിൽ തമാശ, നമ്മുടെ റിസർവ് ബാങ്കിന്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസുണ്ട്. ഒരു ദിവസം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ അംഗങ്ങളും പാർട്ടി നേതാക്കന്മാരെല്ലാം അവിടെ പോയി ഒരു ദിവസം മുഴുവൻ കുത്തിയിരിപ്പ് സമരം നടത്തി. നോട്ട് പിൻവലിച്ച നടപടി പിൻവലിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലായില്ലേ നോട്ട് പിൻവലിച്ച നടപടിയിൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചത് ആരാന്ന് മനസ്സിലായില്ലേ. ഞാൻ പേര് പറയുന്നില്ല. ഇതാണ് സിറ്റുവേഷൻ. തീർച്ചയായും സർ, 2016 നോട്ട് നിരോധനമാണ് ഇയാളെ പ്രതിരോധത്തിലാക്കിയത്. അങ്ങനെയാണ് ഈ പണം എന്ത് ചെയ്യണമെന്നറിയാതെ സംഗീത് 6 കോടി രൂപ കത്തിച്ചു കളയുന്നത്. അതുപോലെ 12 മുതൽ 16 വരെ ഈ വർഷ കാലയളവിലാണ് ഇയാൾ ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയത്. ഓക്കെ. ഇത് എന്തുകൊണ്ട് അവർക്ക് ഈ ഇടക്കാലം കൊണ്ട് ഈ പൈസ നമ്മള് പറയുമല്ലോ, ഗവൺമെന്റിന്റെ ഓരോ ട്രാൻസാക്ഷനും അതിൽ ഗവൺമെന്റിന്റെ പൈസ, ഗവൺമെന്റ് ചെലവാക്കുന്ന പൈസ മുഴുവനും ഇങ്ങനെ എന്താ പറയുക അക്കൗണ്ടഡ് ആണ്, ഓരോന്നും മോണിറ്റർ ചെയ്യുന്നത് പറഞ്ഞു. എന്തുകൊണ്ട് ഇവരത് മോണിറ്റർ ചെയ്തില്ല ഇത്രയും നാളെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അയാൾക്കിപ്പോ പാട്രണൈസ് ഉണ്ട്, ആരോ ഇയാളെ സംരക്ഷിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും സർ, തീർച്ചയായും. താങ്ക് യു സർ, വളരെയധികം നന്ദി. താങ്ക് യു.